ശുചിത്വ കേരളം, സുന്ദര കേരളം, ഗ്രീൻ കേരള എക്സ്പ്രസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശുചിത്വ മിഷൻ. എന്റെ കേരളം മാലിന്യമുക്തം. നമസ്കാരം. ഗ്രീൻ കേരള എക്സ്പ്രസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വെള്ളം എന്ന കവിതയുടെ ആമുഖത്തിൽ കവി പി കുഞ്ഞിരാമൻ നായർ ഇങ്ങനെ കുറിച്ചിട്ടുണ്ട്: വലിയ വില കൊടുത്ത് ഞാൻ വാങ്ങിയ പറമ്പിൽ ആഡംബരത്തിന്റെ കളിക്കോപ്പുകൾ നിറഞ്ഞ ബംഗ്ലാവുണ്ട്, പൊട്ടിച്ചിരിക്കുന്ന വിദ്യുത് ദീപങ്ങളുണ്ട്. എന്നാൽ എരിപൊരി കൊള്ളുന്ന ഈ മൊട്ടപ്പറമ്പിൽ ഒരു കിണറില്ല, അന്തർദാഹം മാറ്റുന്ന തെളിനീരുറവയില്ല. കേരളീയ ഗ്രാമങ്ങളിലൂടെയുള്ള ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ യാത്ര തുടരുകയാണ്. ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അതുപോലെ നമ്മുടെ ജഡ്ജസ് ഇവിടെ നമ്മോടൊപ്പമുണ്ട്. ഡോക്ടർ കെ പി കണ്ണൻ, ഡോക്ടർ വിനീത മേനോൻ, ഡോക്ടർ RVG മേനോൻ, ഡെവലപ്മെന്റ് എക്സ്പെർട്ട് ശ്രീമതി ലതാ ഭാസ്കർ. കൂടാതെ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായുള്ളത് നടനും സംവിധായകനുമായ ശ്രീ മധുപാൽ. വെള്ളവും വാക്കും അധികമാവരുത്, വളരെ പ്രശസ്തമായ ഒരു പഴമൊഴിയാണിത്. ആളൂർ ഗ്രാമപഞ്ചായത്തിന്റെ വികസന പദ്ധതികളെക്കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് അധിക പ്രസംഗമാവും. കാരണം ഇതിനെക്കുറിച്ച് സംസാരിക്കാനായി പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളുടെ സാരഥികൾ തന്നെ ഇന്ന് നമ്മോടൊപ്പം ഇവിടെയുണ്ട്. നമുക്ക് സ്വാഗതം ചെയ്യാം തൃശൂർ ജില്ലയിലെ ആളൂർ ഗ്രാമപഞ്ചായത്തിനെ. ആളൂർ പഞ്ചായത്തിന്റെ പദ്ധതികളെക്കുറിച്ച് ഇന്ന് നമ്മോടൊപ്പം ഇവിടെ സംസാരിക്കാനായി പഞ്ചായത്തിന്റെ പ്രതിനിധികളൊക്കെ എത്തിയിട്ടുണ്ട്. നമുക്ക് സ്വാഗതം ചെയ്യാം. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ MS മൊയ്തീൻ, സെക്രട്ടറി ശ്രീ PI പൗലൂസ്, വൈസ് പ്രസിഡന്റ് ശ്രീ KR ജോജോ, മെമ്പർ ശ്രീമതി മിനി ജോൺസൺ, മെമ്പർ ശ്രീമതി ഫിലോമിന പൗലോസ്. പഞ്ചായത്തിനെ കുറിച്ച് സംസാരിക്കാനായി പഞ്ചായത്ത് പ്രസിഡന്റിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആളൂരിന്റെ എന്തൊക്കെ പ്രത്യേകതകളാണ് ആളൂരിനെ മറ്റ് പഞ്ചായത്തുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്? ആളൂര് എന്ന പേര് തന്നെ രൂപപ്പെട്ടിട്ടുള്ളത് ധാരാളം വൃക്ഷങ്ങൾ ഉൾക്കൊള്ളുന്നതായിട്ടുള്ള വനത്തിൻ്റെ സാമ്യമുള്ളതായിട്ടുള്ള ഒരു സമീപനം, ഒരു സ്ഥിതിയിലായിരുന്നു ആളൂർ പഞ്ചായത്ത്. അതിലേറ്റവും കൂടുതൽ ആലുകളായിരുന്നു. അതുകൊണ്ടാണ് ആല് പ്ലസ് ഊര്, ആളൂര് എന്ന പേര് വന്നിട്ടുള്ളത്. ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി എടുത്തു കാണിക്കാൻ കഴിയുന്നത് പൈ എന്ന് പറയുന്നതായിട്ടുള്ള ആ കണക്കിൻ്റെ സൂത്രവാക്യം കണ്ടുപിടിച്ചത് ആളൂര് ഗ്രാമപഞ്ചായത്തിൽ കല്ലേറ്റിങ്കര പ്രദേശത്ത് ഇരിങ്ങാലപ്പള്ളി മനയിൽ ജനിച്ചു വളർന്നിട്ടുള്ള സംഗമ ഗ്രാമ മാധവൻ എന്ന വ്യക്തിയാണ്. അതിലാണ് ഞങ്ങൾ അഭിമാനം കൊള്ളുന്നത്. അപ്പോൾ ലോകത്തിന് തന്നെ വലിയൊരു സംഭാവന ചെയ്തിട്ടുള്ള, ഗണിതശാസ്ത്രത്തിൽ വലിയ സംഭാവന ചെയ്തിട്ടുള്ള വ്യക്തിയാണ് സംഗമ ഗ്രാമ മാധവൻ. നമുക്ക് എന്തായാലും ആളൂരിന്റെ മറ്റ് നാട്ടുകാഴ്ചകളൊക്കെ ഒന്ന് കാണാം അല്ലേ? തൃശൂർ ജില്ലയിലെ ആളൂർ പഞ്ചായത്ത് ആലുകൾ ധാരാളമുള്ള സ്ഥലമായതിനാൽ ആളൂർ എന്ന പേര് വന്നതായി പറയപ്പെടുന്നു. വനം പ്രദേശമായിരുന്നു ആളൂർ. ആനത്തടം, ആനപ്പാറ, പുലിപ്പാറക്കുന്ന് എന്നീ സ്ഥലനാമങ്ങൾ വന്യമൃഗങ്ങളുമായി ബന്ധപ്പെട്ട പേരുകളാണ്. പൈയുടെ വില കൃത്യമായി കണക്കാക്കുന്ന സൂത്രവാക്യം കണ്ടുപിടിച്ച സംഗമ ഗ്രാമമാധവൻ ഈ നാട്ടുകാരനായിരുന്നു. ആര്യഭട്ടന്റെ പ്രധാന അനുയായിയായിരുന്നു ഇദ്ദേഹം. ഈ ക്ഷേത്രത്തിൽ കാണുന്ന കരിങ്കൽ പാളികളിൽ കിടന്നാണ് സംഗമ ഗ്രാമമാധവൻ വാനനിരീക്ഷണം നടത്തിയിരുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു. താഴേക്കാട് പള്ളി ക്രിസ്ത്യാനികൾക്ക് സ്ഥലവും കച്ചവടത്തിനുള്ള അവകാശവും അനുവദിച്ചുകൊണ്ടുള്ള രാജസിംഹ പെരുമാൾ എന്ന ചേര രാജാവിന്റെ ശിലാലിഖിത രൂപത്തിലുള്ള കൽപ്പന ഈ പള്ളിയിൽ സംരക്ഷിക്കപ്പെടുന്നു. നിറയെ ദേശാടന പക്ഷികൾ വരുന്ന സ്ഥലമാണ് ആളൂർ. റെഡ് ഡാറ്റ ബുക്കിൽ സ്ഥാനമുള്ള പക്ഷികളെ വരെ കാണാമെന്നാണ് പക്ഷി നിരീക്ഷകരുടെ അഭിപ്രായം. സംസ്ഥാന വനം വകുപ്പ് ദേശാടന പക്ഷികളുടെ സംരക്ഷണത്തിനായി
30 ലക്ഷം രൂപ പഞ്ചായത്തിന് അനുവദിച്ചിട്ട് അധികം കാലമായിട്ടില്ല. എന്തൊക്കെ പദ്ധതികളാണ് ആളൂർ പഞ്ചായത്തിന് മുന്നോട്ട് വയ്ക്കാനുള്ളത്? ആളൂർ ഗ്രാമപഞ്ചായത്തിൽ ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടിയിട്ടുള്ള ബഹുമുഖ പദ്ധതികൾ സമ്പൂർണ്ണതയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. EMS ഭവന നിർമ്മാണ പദ്ധതി, സമ്പൂർണ്ണ ശുചിത്വം, സമ്പൂർണ്ണ എല്ലാവർക്കും എല്ലാ വീടുകളിലും വൈദ്യുതി എത്തിക്കുക എന്നുള്ള സമ്പൂർണ്ണ വൈദ്യുതി തുടങ്ങി പാലിയേറ്റീവ് ട്രീറ്റ്മെൻറ്റിൻ്റെതായിട്ടുള്ള ഒരു പദ്ധതിയുണ്ട്. വിഷൻ ഇന്ത്യ, മണ്ണ് ജലം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഹരിത കേരളം എന്നുള്ള ഒരു പദ്ധതിക്ക് വേണ്ടിയും ഞങ്ങൾ ഗവൺമെൻറ് മുമ്പിൽ ഒരു പദ്ധതി സമർപ്പിച്ചിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനമായിട്ട് ഞങ്ങൾ ഊന്നൽ കൊടുക്കുന്നത് ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രധാനമായിട്ടുള്ള കൃഷിയാണ്. ആ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾക്കാണ് ഇതിൽ ഞങ്ങൾ ഊന്നൽ നൽകിയിട്ടുള്ളത്. ആളൂർ നിരവധി പദ്ധതികൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. നമുക്കപ്പം ആളൂരിന്റെ വികസന ദൃശ്യങ്ങളൊക്കെ കാണാം അല്ലേ? കുന്നും ചരിവും സമതലങ്ങളും പാടശേഖരങ്ങളും ചേർന്ന ആളൂർ ഗ്രാമപഞ്ചായത്ത് പണ്ടുകാലത്ത് കാടും വന്യമൃഗങ്ങളും ജലദൗർലഭ്യവുമുള്ള ഭൂപ്രദേശമായിരുന്നു. ചാലക്കുടി വലതുകര കനാൽ ഈ പ്രദേശത്തുകൂടി എത്തിയതോടെയാണ് ആളൂർ ഒരു കാർഷിക മേഖലയായി തീർന്നത്. റൈറ്റ് ബാങ്ക് കനാലിന്റെ വരവോടെ ആളൂരിലെ കൃഷിയിടങ്ങളെ ഫലഭൂയിഷ്ഠമാക്കുവാൻ പഞ്ചായത്ത് വിവിധ നീർത്തട പദ്ധതികൾ നടപ്പിലാക്കി. ചാലക്കുടി പോട്ടഭാഗത്തു നിന്നും വരുന്ന കനാൽ വെള്ളത്തെ വെള്ളാഞ്ചിറ ഭാഗത്ത് തടയണ കെട്ടി ലിഫ്റ്റ് ഇറിഗേഷൻ നടത്തുന്ന നീർത്തട പദ്ധതിയാണിത്. ഈ പമ്പ് ഹൗസിനുള്ളിലുള്ള 75 HP ശേഷിയുള്ള മോട്ടോർ ഉപയോഗിച്ചാണ് ഇവിടെ നിന്നും വെള്ളം പമ്പ് ചെയ്യുന്നത്. ഈ പമ്പ് കാരൂർ, ഷോളയാർ, പൊരുന്നിച്ചിറ, വെള്ളാഞ്ചിറ എന്നിവിടങ്ങളിലേക്ക് കരകൃഷിക്ക് ആവശ്യമായ വെള്ളം എത്തിക്കപ്പെടുകയും അതോടൊപ്പം തന്നെ പരോക്ഷമായി ഇവിടുത്തെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കപ്പെടുകയും ചെയ്യുന്നു. വെള്ളാഞ്ചിറ ലിഫ്റ്റ് ഇറിഗേഷൻ പമ്പ് ഹൗസിൽ നിന്നും 1.5 കിലോമീറ്റർ അകലെയുള്ള സ്ഥലത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. വെള്ളാഞ്ചിറ ലിഫ്റ്റ് ഇറിഗേഷൻ വഴി പമ്പ് ചെയ്യുന്ന വെള്ളമാണ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഈ വെള്ളമാണ് ഇവിടുത്തെ കൃഷിസ്ഥലങ്ങളിൽ ജലസേചനത്തിനായി ഉപയോഗിക്കുന്നത്. വെള്ളാഞ്ചിറ കൂടാതെ കുരുളിച്ചിറ, കാരക്കുളം, കുറ്റിക്കാണിക്കുളം, പൂച്ചിറ, തിരുത്തിപ്പറമ്പ് എന്നീ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതികളിലായി കഴിഞ്ഞ 25 വർഷത്തിനകം 1,80 ലക്ഷം രൂപ പഞ്ചായത്ത് ചെലവഴിച്ചു. ആളൂരിലെ കൃഷിക്കുള്ള ജലസേചനത്തിന്റെ നല്ലൊരു ഭാഗം ഈ ലിഫ്റ്റ് ഇറിഗേഷൻ മുഖേനയാണ് നടപ്പിലാക്കുന്നത്. പ്ലാൻ പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞ 14 വർഷം കൊണ്ട് 2,80 ലക്ഷം രൂപ 65ഓളം ചെറിയ നീർത്തടങ്ങൾ സംരക്ഷിക്കുന്നതിനും നീർച്ചാലുകൾ വികസിപ്പിക്കുന്നതിനും തടയണകൾ കെട്ടി വെള്ളം തടഞ്ഞു നിർത്തുന്നതിനും വിനിയോഗിച്ചു. ഈ പഞ്ചായത്ത് ഞങ്ങൾക്കൊരു തടയണ നിർമ്മിച്ചു തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത് കൃഷി ചെയ്യാൻ പറ്റില്ല, കാരണം വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ട് വരും. ഇവിടെ ഒരു ചിറയുണ്ട്, ആ ചിറയിൽ നിന്ന് ആണ് ഈ ഉറവെള്ളം മുഴുവനും വരുന്നത്, ഈ തോട്ടിൽ കൂടെ വരുന്നത്. ഇന്നേ വരെ ഈ വെള്ളത്തിന് ബുദ്ധിമുട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് എല്ലാവരും കൂട്ടായിട്ട് ഇവിടെ നോട്ട് കംപ്ലീറ്റ് ഇങ്ങനെ കൃഷി ചെയ്തു പോകുന്നുണ്ട്. ആളൂരിലെ പ്രമുഖ കർഷകനായ അംബ്രോസിന്റെ നെൽകൃഷിക്ക് ആവശ്യമായ ജലസേചനം ലഭിക്കുന്നതും ഇത്തരമൊരു തടയണയിലൂടെയാണ്. ഇതിപ്പോൾ ഇത്തരം നെൽപ്പാടങ്ങൾ എൻ്റെ 5 ഏക്കർ അടക്കം വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു തടയണ 1989 ആളൂർ പഞ്ചായത്തിൽ നിന്ന് ഈ തടയണ നിർമ്മിച്ചു തന്നത്. ഇതിൽ പ്രവർത്തനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിന് പലയിട്ട് കഴിഞ്ഞാൽ വെള്ളം ഈ സൈഡിൽ പൊന്തും. ആ സൈഡിൽ കൂടെയും ഈ സൈഡിൽ പൈപ്പ് വെച്ചിട്ടുണ്ട്. ഈ പൈപ്പിൽ കൂടെ വെള്ളം 24 hours വന്നുകൊണ്ടിരിക്കും. ഈ ആവശ്യമില്ലെങ്കിൽ ഈ പലയെടുത്ത് മാറ്റം ചെയ്യാം. അതിരപ്പള്ളി കഴിഞ്ഞ് മുറുമൊഴി അവിടുന്ന് കനാൽ ലെഫ്റ്റ് ബാങ്ക് കനാലാണത്. അതിൻ്റെ ഒരു ശാഖ, ആ ശാഖയിൽ കൂടി വരുന്നതാണത്. പിന്നെ ഉറവുകളൊക്കെ കിട്ടും. വെള്ളത്തിന് ഞങ്ങൾക്ക് ഇവിടെ ക്ഷാമമില്ല. ചിറകെട്ടി ജലം സംഭരിച്ച് ജലസേചനത്തിനായി ഉപയോഗിക്കുന്നു എന്നൊരു പ്രത്യേകത കൂടി ആലൂർ പഞ്ചായത്തിനുണ്ട്. ഇത് കാരൂർ ചിറ. 100 വർഷം പഴക്കമുള്ള ചിറയാണിത്. ഏകദേശം 75 വർഷമായി പഞ്ചായത്ത് ഈ ചിറ വിപുലീകരിച്ച് ഇവിടുത്തെ 2 വാർഡുകളിലേക്കുള്ള ജലസേചനത്തിനായി ഈ വെള്ളം ഉപയോഗിച്ചു വരുന്നു. റൈറ്റ് ബാങ്ക് കനാലിലൂടെ എത്തുന്ന വെള്ളം സ്പൗട്ടുകൾ നിർമ്മിച്ച് വലിയ പാടശേഖരങ്ങളിൽ കെട്ടിനിർത്തി ശേഖരിക്കുന്നു. 4ഓളം ചിറകളിൽ വെള്ളം ശേഖരിച്ചു നിർത്തുന്നതുകൊണ്ട് പഞ്ചായത്തിലെ മിക്ക പ്രദേശങ്ങളിലും ജലലഭ്യത ഉണ്ടാകും.